ഹായ് എവരിവൺ. ഇൻഫോമർ ഹരീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ടൈം ഞാൻ ഗോൾഡിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഗോൾഡിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് ടൈം ഗോൾഡിന്റെ പല പ്യൂരിറ്റിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൽ ഒരു പ്യൂരിറ്റിനെ എടുത്തിട്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതായത് ഗോൾഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലായിട്ടുള്ള, അതായത് തനി തങ്ക എന്ന് പറയും, 24 ക്യാരറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് എന്താണ് 24 ക്യാരറ്റ് ഗോൾഡ്, എന്താണ് 24 ക്യാരറ്റ് ഗോൾഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ കാര്യത്തിലേക്ക് വരാം. 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഗോൾഡിന്റെ ഇന്ന് ലോകത്തിൽ വെച്ചിട്ട് ഗോൾഡിന്റെ പ്യൂരിറ്റിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് ഇനി അതിന്റെ അപ്പുറം ഒരു പ്യൂരിറ്റി ഇല്ല. അതാണ് 24 ക്യാരറ്റ്, അതായത് 99.9% ഗോൾഡ്, അതർ മിക്സിംഗ് ഒന്നും ഇല്ലാതെ 999 ഫുൾ തനി തങ്കം ഗോൾഡ് ആണ് ഈ 24 ക്യാരറ്റ് 999 99.9% ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നതായിരിക്കും. അതായത് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ, 24 ക്യാരറ്റ് ഗോൾഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ, കുറച്ച് അറിയുന്ന ആൾക്കാർ വന്ന് ചോദിക്കും, എനിക്ക് 24 ക്യാരറ്റ് ഗോൾഡ് നല്ല പ്യൂരിറ്റി ഉള്ള ഗോൾഡ് അല്ലേ, അപ്പോൾ എനിക്ക് അതിൽ ഓർണമെന്റ്സ് തന്നാൽ മതി. കാരണം എനിക്കൊരു വള വാങ്ങണം, ആ വള ആണെങ്കിൽ എനിക്ക് 24 ക്യാരറ്റ് മതി, ഇല്ലെങ്കിൽ എനിക്കൊരു ചെയിൻ വാങ്ങണം, അതാണെങ്കിൽ 24 ക്യാരറ്റിൽ തന്നെ മതി. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും 24 ക്യാരറ്റ്, അതായത് 99.9% 24 ക്യാരറ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഓർണമെന്റ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വളരെ സോഫ്റ്റ് മെറ്റൽ ആണ്, അതായത് വളരെ സോഫ്റ്റും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗോൾഡ് ആണ് ഈ 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാല ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വള ചെയ്യുമ്പോൾ അതിൽ പല ഡിസൈൻസ് കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും ഈ ഡിസൈൻസ് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ സോഫ്റ്റ്നെസ് ആയതുകൊണ്ട് ഒരിക്കലും അത് ലൈഫ് ഡ്യൂറബിലിറ്റി, അതായത് ലൈഫ് കിട്ടില്ല. ഈ 24 ക്യാരറ്റിൽ ഞങ്ങൾ ഓർണമെന്റ്സ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് എവിടെയും ചെയ്ത്, ഇപ്പോൾ ഒരു ചെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും, അതിന് ഒരു ലൈഫ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ 24 ക്യാരറ്റിൽ നമുക്ക് ഓർണമെന്റ്സ് ചെയ്യാൻ പറ്റാത്തത്. 24 ക്യാരറ്റിൽ ഒരിക്കലും നിങ്ങൾ എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാലും 24 ക്യാരറ്റിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് കിട്ടുന്നതായിരിക്കില്ല. പിന്നെ എന്തിനാണ് ഈ 24 ക്യാരറ്റ് യൂസ് ചെയ്യുന്നത്? ഓൺലി നിങ്ങളുടെ സേവിങ് പർപ്പസിന്, നിങ്ങളൊരു ഫിക്സ്ഡ് അസറ്റ്, അതായത് നിങ്ങളൊരു സേവിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ 24 ക്യാരറ്റ് ഗോൾഡ് യൂസ് ചെയ്യുന്നത്. ആ 24 ക്യാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് ഒന്ന് ബിസ്ക്കറ്റ്സ് ആയിട്ട് ലഭിക്കുക, അതായത് സ്ക്വയർ ഷേപ്പിൽ ബിസ്ക്കറ്റ് രൂപത്തിൽ ലഭിക്കുക, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ടൈപ്പിൽ ലഭിക്കുക, അതായത് ഗോൾഡ് കോയിൻ ബിസ്ക്കറ്റ്, 24 ക്യാരറ്റ് കോയിൻ, അല്ലെങ്കിൽ 24 ക്യാരറ്റ് ബിസ്ക്കറ്റ്സ്, അല്ലെങ്കിൽ 24 ക്യാരറ്റ് ബുല്യൻ. ബിസ്ക്കറ്റ്സ് ബുല്യൻ രണ്ടും സെയിം ആണ്. ഇങ്ങനെ നിങ്ങളെ ഫ്യൂച്ചറിലുള്ള സേവിങ്സിന് വേണ്ടിയിട്ട്, എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ 24 ക്യാരറ്റ് ഗോൾഡ്, ഈ 99.9% ഗോൾഡ് ആയിട്ടുള്ള 24 ക്യാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് ലഭിക്കും. 24 ക്യാരറ്റ് ഗോൾഡ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതായത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങാം, 24 ക്യാരറ്റ് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാം, എങ്ങനെയാണ് വാങ്ങേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 24 ക്യാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണം വാങ്ങാം. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ബ്രാൻഡിൽ നിന്ന് വേണമെങ്കിലും, നിങ്ങൾക്ക് ആരെ കയ്യിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് 24 ക്യാരറ്റ് ഗോൾഡ്. 24 ക്യാരറ്റ് ഗോൾഡ് മാത്രമല്ല, ഞാൻ ഇന്ന് 24 ക്യാരറ്റ് ഗോൾഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ. ഏത് ഗോൾഡാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്, ഏത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി കാണാം. അപ്പോൾ 24 ക്യാരറ്റ് മാത്രമല്ല, ഏത് ഗോൾഡാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെ കയ്യിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സേഫ് സോണിൽ നിന്നിട്ട് വേണം. നിങ്ങൾ കൂട്ടുകാരുണ്ടാവുക, നിങ്ങൾക്ക് എത്ര വിശ്വാസമുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ നിങ്ങളൊരു സേഫ് സോണിൽ നിന്നിട്ട് വേണം 24 ക്യാരറ്റ് ആവട്ടെ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 24 ക്യാരറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് വാങ്ങുവാണെങ്കിൽ ഏത് ബ്രാൻഡ് ആണോ ആ ബ്രാൻഡിന്റെ സീൽഡ് വെച്ചിട്ടുള്ള, അതായത് ആ 24 ക്യാരറ്റിന്റെ ലാമിനേഷൻ വെച്ചിട്ടുള്ള കവേർഡ് ആയിട്ടുള്ള ആ ബ്രാൻഡ് നെയിം വെച്ചിട്ടുള്ള 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതിന്റെ മെയിൻ കാര്യം ഇതിന്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബില്ലാണ്. പേര് വെച്ചിട്ടുള്ള, ബ്രാൻഡ് പേര് വെച്ചിട്ടുള്ള വിത്ത് GST ബില്ല്, അവരെ സീൽ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ബില്ല് വാങ്ങുക. ഇത് എത്ര കാലം നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നു അത്ര കാലം ആ ബില്ലും സൂക്ഷിച്ചു വെക്കുക. അതായിരിക്കും നിങ്ങൾക്ക് സേഫ്. കാരണം നിങ്ങൾ ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഗോൾഡിലല്ലേ ഇങ്ങനെ പറ്റിക്കപ്പെടും, 24 ക്യാരറ്റ് തന്നെ തങ്കമല്ലേ അതിൽ പറ്റിക്കപ്പെടും, എല്ലാത്തിലും പറ്റിക്കപ്പെടും. കാരണം ഇന്ന് ലോകത്തിൽ പറ്റിക്കപ്പെടാത്ത ഒരു സാധനമില്ല. അതുകൊണ്ട്
എല്ലാ രീതിയിലും പറ്റിക്കാൻ 24 ക്യാരറ്റിലും പറ്റിക്കാൻ എൻ്റെ സർവീസിൽ ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഞാനൊരു വീഡിയോയിൽ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതായിരിക്കും. കാരണം 24 ക്യാരറ്റിലും നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫ്രോഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, ആരെ കയ്യിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ സേഫ് സോണിൽ നിന്നിട്ടായിരിക്കണം പർച്ചേസ് ചെയ്യുന്നത്. ഇതിൻ്റെ GST ബിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കുക, അത് വാങ്ങുക. സേവിങ്സിനായിട്ട് ഇപ്പോൾ സേവിങ്സിന് ഗോൾഡൊക്കെ സേവിങ്സിന് വാങ്ങുമ്പോൾ 1 ഇയർ 2 ഇയറിന് വേണ്ടിയിട്ട് വാങ്ങുന്നതല്ല. അറൗണ്ട് 10 ഇയറോ 15 ഇയേഴ്സോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് വാങ്ങിയ ഓർണമെന്റ്സ് നിങ്ങൾ നെക്സ്റ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നത്, എന്തൊക്കെ റൂൾ ആൻഡ് റെഗുലേഷൻ ആണ് മാറുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം ഇന്ന് വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഈ ഗോൾഡാണ്. അപ്പോൾ ആ ഗോൾഡിന്റെ എന്തൊക്കെ മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ വരുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇതിന്റെ സീൽഡ് ആയിട്ടുള്ള 24 ക്യാരറ്റ് ഗോൾഡ് വാങ്ങുക, ലൂസ് ആയിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കുക. കമ്പനിന്റെ പേര് വെച്ചിട്ടുള്ള സീൽഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് വാങ്ങുക. അതിൻ്റെ കൂടെ അതിൻ്റെ ഡോക്യുമെന്റ്സ് ആയ ബില്ല് വാങ്ങുക, വിത്ത് GST ബില്ല് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം മൊത്തം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇൻഫോമർ ഹരീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിനായി അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടായിരിക്കും എനിക്ക് നെക്സ്റ്റ് ഇതുപോലുള്ള വീഡിയോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.